ഗുഡ് മോർണിംഗ് ഏജ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 3ാം ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചാപ്റ്റർ ഒരു 4 ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് സിങ്കിന്റെ നിർമ്മാണമാണ്. എങ്ങനെയാണ് ഫാക്ടറിയിൽ സിങ്ക് ഉണ്ടാക്കുക. അപ്പൊ സാധാരണ ഏതൊരു ലോഹം ഉണ്ടാക്കുമ്പോഴും നമുക്കറിയാം 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം എന്താ? ആദ്യത്തെ ഘട്ടം സാന്ദ്രീകരണം. രണ്ടാമത്തെ ഘട്ടം എന്താ? സാന്ദ്രീകരിച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോഹത്തിനെ വേറെ അതിന്റെ ഗ്യാങ്ങിനെ വേറെ ആക്കും. അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ വേർതിരിച്ചെടുത്ത ലോഹത്തിനെ നമ്മൾ ശുദ്ധീകരിക്കും. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്യൂർ ആയിട്ടുള്ള ലോഹം കിട്ടും. അതേപോലെ സിങ്കിന്റെ അയിരാണ് ഏത്? സിങ്ക് ബ്ലെൻഡ്. ഈ സിങ്ക് ബ്ലെൻഡ് എന്ത് അയിരാണ്? ഒരു സൾഫൈഡ് അയിരാണ് അല്ലേ? അപ്പൊ സൾഫൈഡ് അയിരിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാഠത്തിന്റെ 1ാം ഭാഗം നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സൾഫൈഡ് അയിരിന് നമ്മൾ ഏത് രീതിയാണ് ഉപയോഗിക്കുക? ഏത് സാന്ദ്രീകരണ രീതിയാണ് ഉപയോഗിക്കുക? പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിങ്കിന്റെ അയിര് കിട്ടി. ഈ സിങ്കിന്റെ അയിര് നമ്മൾ എന്ത് ചെയ്യും? പ്ലവന പ്രക്രിയ വഴി സാന്ദ്രീകരിക്കും. സാന്ദ്രീകരിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല പ്യുവർ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിങ്കിന്റെ അയിര് കിട്ടും. ഓക്കെ, ഇനി ഈ സിങ്കിന്റെ അയിര് നമ്മൾ എന്ത് ചെയ്യും? വേർതിരിക്കണം അല്ലെ? സിങ്ക് വേറെ അതിന്റെ ഗ്യാങ് വേറെ ആക്കണം. ആ വേർതിരിക്കലിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഓക്സീകരണം, രണ്ടാമത്തേത് നിരോക്സീകരണം. അതിൽ ആദ്യത്തെ ഘട്ടമാണ് എന്താണ്? ഓക്സീകരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് കിട്ടിയ ഈ സാന്ദ്രീകരിച്ച സിങ്കിന്റെ അയിരിനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സീകരിക്കും. ഓക്സീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സിങ്കിന്റെ അയിര് എന്തായി മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. സിങ്കിന്റെ അയിര് എന്തായി മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ സിങ്ക് ഓക്സൈഡ് ഇല്ലേ? ഈ സിങ്ക് ഓക്സൈഡിലേക്ക് കോക്ക് മിക്സ് ചെയ്യും നമ്മൾ. ഈ സിങ്ക് ഓക്സൈഡിലേക്ക് കോക്കാരാ കാർബൺ, കോക്ക് മിക്സ് ചെയ്യും. കോക്ക് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? നന്നായിട്ട് ചൂടാക്കും. നല്ല രീതിയിൽ ചൂടാക്കും. ചൂടാക്കുന്ന സമയത്ത് നല്ല ഉയർന്ന താപത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ കോക്കില്ലേ? ഈ കോക്ക് അഥവാ കാർബൺ എന്തായി മാറും? കാർബൺ മോണോക്സൈഡ് ആയി മാറും. ഈ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഉയർന്ന താപത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ അയിരിനെയും സിങ്ക് ഓക്സൈഡിനെയും കോക്കിനെയും മിക്സ് ചെയ്തിട്ട് ചൂടാക്കും. നല്ല ഉയർന്ന താപമാകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ കോക്ക് സിങ്കിനെയും അതിൽ ഓക്സിജനെയും വേറെ വേറെ ആക്കും. നമുക്ക് സിങ്കും കാർബൺ മോണോക്സൈഡും അതിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് ലഭിക്കും. നമുക്ക് സിങ്ക് ലഭിച്ചില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയ സിങ്കില്ലേ എന്ത് ചെയ്തു? നമുക്ക് ആദ്യം നമ്മൾ സിങ്കിന്റെ അയിരിന സിങ്ക് ബ്ലെൻഡിന നമ്മൾ ഓക്സീകരിച്ചു. ഓക്സീകരിക്കുമ്പോൾ നമുക്ക് സിങ്ക് ഓക്സൈഡ് കിട്ടി. ഇനി സിങ്ക് ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്തു? കോക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഉയർന്ന താപത്തിൽ ചൂടാക്കി. ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ കോക്ക് എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യും, നിരോക്സീകരിക്കും. ഈ സിങ്ക് ഓക്സൈഡിനെ സിങ്ക് വേറെ ഓക്സിജൻ വേറെ ആക്കി മാറ്റും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? സിങ്കും കാർബൺ മോണോക്സൈഡും അവിടെ ലഭിക്കും. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോ എന്ത് കിട്ടി? സിങ്ക് മാത്രം കിട്ടി. ഈ സിങ്കിനൊരു പ്രത്യേകത ഉണ്ട്. സിങ്കിന് താപനില വളരെ കുറവാണ്, തിളനില വളരെ കുറവാണ്. അപ്പൊ തിളനില വളരെ കുറഞ്ഞ ഈ സിങ്ക്, ബോയിലിംഗ് പോയിന്റ് വളരെ കുറഞ്ഞ ഈ സിങ്ക് എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് ഇങ്ങനെ വേപ്പറൈസ് ആയിട്ട് മേലോട്ട് വരും. ഈ വേപ്പറൈസ് ആയിട്ട് വരുന്ന സിങ്കിന് എന്ത് ചെയ്യും? ഒരു പൈപ്പ് വഴി കളക്ട് ചെയ്തിട്ട് നമ്മൾ തണുപ്പിച്ച് സിങ്ക് ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പ്യൂർ ആയിട്ടുള്ള സിങ്ക് കിട്ടും. ഇനി സിങ്കിന് ബോയിലിംഗ് പോയിന്റ് കുറവാന്ന് പറഞ്ഞു അല്ലേ? സിങ്കിന് എന്ത് കുറവാണ്? സിങ്കിന് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ സിങ്കിന് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ സിങ്കിന് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായതുകൊണ്ട് ഏത് രീതി ആയിരിക്കും ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുക? നമ്മൾ ഈ ക്ലാസ്സിന്റെ പാർട്ട് 1 വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഓരോ മെറ്റലിന് ഏതൊക്കെ ശുദ്ധീകരണ രീതിയാണ് ഉപയോഗിക്കാന്ന്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് രീതിയാണ് ഉപയോഗിക്കുക? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അപ്പൊ സ്വേദനം വഴിയാണ് ആര് ശുദ്ധീകരിക്കുന്നത്? സിങ്കിനെ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ സ്വേദനം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? സിങ്കിനെ ശുദ്ധീകരിക്കാം.
ഈ വീഡിയോയുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ 2 ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ടായാലും ആ 2 ക്ലാസ് നിങ്ങൾ കാണുക. എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിട്ടാവുള്ളൂ. ഇങ്ങനെ 3 പാർട്ടും കണ്ടിട്ട് നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിക്കാം, നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, ഇപ്പൊ സിങ്കിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആദ്യം സിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിങ്കിന്റെ അയിര് എടുക്കും. സിങ്കിന്റെ അയിര് ആരാ? സിങ്ക് ബ്ലെൻഡ്. ഈ സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് അയിരാണ്. സൾഫൈഡ് അയിര് നമ്മൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി എന്താണ്? പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നല്ല സാന്ദ്രീകരിച്ച അയിര് കിട്ടി. ഈ അയിരിനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സീകരിക്കും. ഓക്സീകരിക്കാൻ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് ഓക്സൈഡ് കിട്ടും. ഈ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? കോക്കും ആയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഉയർന്ന താപത്തിൽ ചൂടാക്കും. നല്ല ഉയർന്ന താപത്തിൽ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കോക്ക് നമ്മളെ സിങ്ക് ഓക്സൈഡിനെ നിരോക്സീകരിക്കും. അതിലുള്ള ഓക്സിജൻ എടുത്ത് കളയും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? സിങ്ക് ഓക്സൈഡ് കോക്കുമായിട്ട് മിക്സ് ചെയ്ത് നല്ല ഉയർന്ന താപത്തിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് സിങ്ക് വേറെയും കാർബൺ മോണോക്സൈഡ് വേറെയും ലഭിക്കും. അപ്പൊ സിങ്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ലേ? ഇനി സിങ്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? സിങ്കിന് ബോയിലിംഗ് പോയിന്റ്, നമ്മളെ തിളനില വളരെ കുറവാണ്. ഈ തിളനില കുറഞ്ഞ സിങ്ക് എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ നീരാവിയായിട്ട് മേലോട്ട് വരും. നമ്മൾ അതൊരു പൈപ്പ് വഴി കളക്ട് ചെയ്ത് വീണ്ടും അതിനെ തണുപ്പിച്ച് സിങ്ക് മെറ്റലാക്കി മാറ്റും. അപ്പൊ തിളനില വളരെ കുറവായതുകൊണ്ട് ഏത് രീതി ഉപയോഗിച്ചിട്ടായിരിക്കും സിങ്ക് ശുദ്ധീകരിക്കുക? സിങ്ക് ശുദ്ധീകരിക്കുക തിളനില കുറഞ്ഞതുകൊണ്ട് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിച്ചിട്ടായിരിക്കും സിങ്ക് ശുദ്ധീകരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ വന്നത് കോപ്പറിന്റെ നിർമ്മാണമാണ്. കോപ്പർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? കോപ്പറിന്റെ അയിര് വേണം. കോപ്പറിന്റെ അയിര് ആരാ? കോപ്പറിന്റെ അയിരാണ് കോപ്പർ ഗ്ലാൻസ്. ഓക്കെ, അപ്പൊ അയിരാരാ? അല്ലെങ്കിൽ നമ്മുടെ ഓർ ആരാ? കോപ്പർ ഗ്ലാൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മതി. കോപ്പർ ഗ്ലാൻസിന്റെ ഫോർമുല Cu2S ആണ് വരിക. Cu2S. അപ്പൊ ഇത് എന്ത് തരം അയിരാ മക്കളെ? ഇതൊരു സൾഫൈഡ് അയിരല്ലേ? അപ്പൊ സൾഫൈഡ് അയിരിനെ നമ്മൾ എങ്ങനെയാ സാന്ദ്രീകരിക്കുക? പ്ലവന പ്രക്രിയ വഴി. അപ്പൊ ഇതിന്റെ സാന്ദ്രീകരണ രീതി എന്തായിരിക്കും? സാന്ദ്രീകരണ രീതി പ്ലവന പ്രക്രിയ ആയിരിക്കും, അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പറിന്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കോപ്പറിന്റെ ഓർ എടുത്തു, അതിനെന്ത് ചെയ്തു? കോൺസെൻട്രേറ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ ഗ്ലാൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ ഇതൊരു ഫർണസിലല്ലേ ഉള്ളത്. ഈ ഫർണസിന്റെ അകത്തേക്ക് ചെറിയ ചൂടില്, ഇതൊരു ഫർണസ് ആണ്, ഇതിന്റെ അകത്ത് നിറച്ച് എന്തുണ്ട്? നമ്മുടെ കോപ്പർ ഗ്ലാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടില് ചൂട് വായു അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ചൂട് വായു കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയോ? അപ്പൊ ഇതില് ഇത്ര കോപ്പർ ഗ്ലാൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ. ഇതിൽ പകുതി ആൾക്കാര് കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറും. മുഴുവൻ ഉണ്ടായ കോപ്പർ ഗ്ലാൻസിലെ പകുതി ആൾക്കാർ എന്തായി മാറും? കുപ്രസ് ഓക്സൈഡ് ആയി മാറും. ഇനി കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറിയ ആൾക്കാരില്ലേ, അവര് ഓൾറെഡി അതിലുള്ള കോപ്പർ ഗ്ലാൻസിന്റെ ആൾക്കാരില്ലേ, അവരായിട്ട് വീണ്ടും റിയാക്ഷൻ നടത്തിയിട്ട് സ്വയം നിരോക്സീകരിക്കപ്പെടും. അപ്പൊ ഇത് കോപ്പറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കോപ്പറിന്റെ ആയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നില്ല? പ്രത്യേക നിരോക്സികാരി ചേർക്കുന്നില്ല. നിരോക്സികാരി ഇല്ല കേട്ടോ, കോപ്പറിന് നിരോക്സികാരി ഇല്ല. അവനെന്താ ചെയ്യാ? നമ്മുടെ കോപ്പർ ഗ്ലാൻസ് അല്ലെങ്കിൽ Cu2S നമ്മൾ ഫർണസിൽ എടുത്തിട്ട് ചൂടാക്കുന്ന സമയത്ത് ഈ Cu2Sലെ പകുതി ആൾക്കാരും Cu2O ആയി മാറും. ഇനി Cu2O ആയി മാറിയ ആൾക്കാര് ബാക്കിയുള്ള Cu2S ഇല്ലേ, അവരായിട്ട് ഓട്ടോമാറ്റിക്കലി റിയാക്ഷൻ നടന്നിട്ട് അവരെന്ത് ചെയ്യും? കോപ്പർ വേറെ ഓക്സിജൻ വേറെ ഒക്കെ ആയിക്കോളും. ഓക്കെ, അപ്പൊ സ്വയം നിരോക്സീകരിക്കപ്പെടുന്നത് കോപ്പറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാം, പരീക്ഷയ്ക്ക് 1 മാർക്ക് 2 മാർക്സിനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാല് നമ്മുടെ കോപ്പർ കിട്ടി, നമുക്ക് നല്ല വേർതിരിഞ്ഞിട്ട് ഇവർ സ്വയം നിരോക്സീകരിക്കപ്പെട്ടിട്ട് വേർതിരിഞ്ഞ കോപ്പർ കിട്ടി. പക്ഷെ ഈ കോപ്പർ പ്യുവർ ആയിരിക്കൂല. ഈ കോപ്പറിന്റെ കൂടെ നമ്മളെ ഇരുമ്പിന്റെ നിർമ്മാണം പഠിച്ചില്ലേ, അപ്പൊ അതിൽ ഇരുമ്പ് കിട്ടിയിട്ടാകുമ്പോൾ അതിന്റെ കൂടെ ആരുണ്ടായിരുന്നു? മണലുണ്ടായിരുന്നു അല്ലെ. അതേപോലെ നമ്മുടെ ഈ കോപ്പറില്ലേ, കോപ്പറിലും കുറെ
എന്തുണ്ടാവും? ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, കുറെ അപദ്രവ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ അപദ്രവ്യങ്ങള്, കോപ്പറിന്റെ കൂടെ ഉണ്ടാകുന്ന അപദ്രവ്യങ്ങൾക്ക് ബേസിക് സ്വഭാവമാണ്. അപ്പൊ നമ്മള് അയേണിന്റെ നിർമ്മാണത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള അപദ്രവ്യങ്ങൾക്ക് ആസിഡിക് സ്വഭാവമാണ്. അപ്പൊ നമ്മൾ അവരെ മാറ്റാൻ വേണ്ടിട്ട് എങ്ങനത്തെ ഫ്ലക്സിനെ വിളിച്ചു? ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സിനെ വിളിച്ചു. ഇവിടെ നമ്മുടെ അപദ്രവ്യങ്ങൾക്ക് ബേസിക് സ്വഭാവമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്ലക്സ് ആയിട്ട് വിളിക്കുക, അവിടെ നമ്മൾ ഉണ്ടായിരുന്ന വേസ്റ്റിലെ സിലിക്ക, അവനെ നമ്മൾ ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കാം? ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെയുള്ള ഗ്യാങ്, നമ്മുടെ കോപ്പറിന്റെ കൂടെയുള്ള ഗ്യാങ്ങിന്റെ സ്വഭാവം ബേസിക് ആണ്, ബേസിക് സ്വഭാവമാണ്. അപ്പൊ ഈ ബേസിക് സ്വഭാവമുള്ള ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡിക് സ്വഭാവമുള്ള സിലിക്കയാണ് ഉപയോഗിക്കുക. ആസിഡിക് സ്വഭാവമുള്ള സിലിക്കയാണ് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ സിലിക്ക നല്ല രീതിയിൽ നമ്മുടെ കിട്ടിയ കോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചൂടാക്കും. വീണ്ടും ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സിലിക്കയും ഈ ഗ്യാങ്ങും അതിലുള്ള നമ്മുടെ ഫ്ലക്സും ചേർന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ലാഗ് ഉണ്ടാവും. ഈ സ്ലാഗ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പൈപ്പ് വഴി റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള കോപ്പർ കിട്ടും. ഈ ഇങ്ങനെ കോപ്പറിലുള്ള ഗ്യാങ്ങിനെയും നീക്കം ചെയ്യുന്ന പ്രക്രിയയില്ലേ ഫ്ലക്സ് ഉപയോഗിച്ചിട്ട്? കോപ്പറിലുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മെൽട്ടിങ്. സ്മെൽട്ടിങ്. അപ്പൊ ഈ സ്മെൽട്ടിങ് പ്രക്രിയയിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കോപ്പറിന്റെ കൂടെയുള്ള ഗ്യാങ്ങിന് എന്ത് സ്വഭാവമാണ്? ബേസിക് സ്വഭാവമാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആസിഡിക് സ്വഭാവമുള്ള സിലിക്ക, മണല് ചേർക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ചൂടാക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫ്ലക്സും ഗ്യാങ്ങും ചേർന്ന് മിക്സ് ആയിട്ട് സ്ലാഗ് ഉണ്ടാവും. ഈ സ്ലാഗ് നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ശുദ്ധമായ കോപ്പർ കിട്ടും. ഇങ്ങനെ ഫർണസിന്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന കോപ്പർ ഇല്ലേ, ഫസ്റ്റ് ഫർണസിന്റെ അകത്തുനിന്ന് തന്നെ കിട്ടുന്ന കോപ്പർ, ഈ കോപ്പറിനെ നമ്മൾ എന്താ വിളിക്കുക? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കാം. ഈ കോപ്പറിനെ എന്താ വിളിക്കുക? ബ്ലിസ്റ്റർ കോപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ബ്ലിസ്റ്റർ കോപ്പർ അല്ലേ, ഈ ബ്ലിസ്റ്റർ കോപ്പർ ഇങ്ങനെ ഒരു കുമിള പോലെയുള്ള ഒരു കോപ്പർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഈ നമ്മുടെ സ്മെൽട്ടിങ് നടക്കുന്ന സമയത്ത് ഇതിലെന്തുണ്ടാവും? കുറെ സൾഫർ ട്രാപ്പ് ആയിട്ടുണ്ടാവും, സൾഫർ ഓക്സൈഡ് ട്രാപ്പ് ആയിട്ടുണ്ടാവും. ഈ സൾഫർ ഓക്സൈഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പൊ ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒക്കെ എന്തുണ്ടാവും? ഓരോ കുമിള ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോപ്പർ നമുക്ക് എന്ത് കിട്ടുക? ഫർണസിന്റെ അകത്തുനിന്ന് ആദ്യം കിട്ടുക. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിക്കും? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. പക്ഷെ ഈ കോപ്പർ അല്ല നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കോപ്പർ 99% പ്യുവർ ആയിരിക്കും. അപ്പൊ ഈ കിട്ടിയ ബ്ലിസ്റ്റർ കോപ്പറിനെ അത്രയും പ്യുവർ ആക്കുന്ന എങ്ങനെയാണ്? നമ്മളെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പറിനെ ശുദ്ധീകരിക്കാം. അപ്പൊ കോപ്പർ എങ്ങനെ ശുദ്ധീകരിക്കാം? കോപ്പറിന്റെ ശുദ്ധീകരണ രീതി എന്താ? വൈദ്യുത വിശ്ലേഷണം. അഥവാ ഇലക്ട്രോലിസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് അലുമിനിയത്തിന്റെ നിർമ്മാണമാണ്. അലുമിനിയം നമ്മൾ ഹാൾ ഹെറാൾഡ് പ്രക്രിയ വഴിയാണ് നിർമ്മിക്കാം. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ 2 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അലുമിനിയത്തിനെ സാന്ദ്രീകരിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ സാന്ദ്രീകരിച്ച അലുമിനിയത്തിനെ ശുദ്ധീകരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ അയിരെടുക്കും. അലുമിനിയത്തിന്റെ അയിരാരാ? ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിലേക്ക് നമ്മൾ നല്ല ചൂട് എണ്ണ ഒഴിച്ച് ചേർക്കും. നല്ല ഹോട്ട് ആയിട്ടുള്ള എണ്ണ ഒഴിച്ച് ചേർക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ഈ ബോക്സൈറ്റില് ആരുണ്ട്? അലുമിന ഉണ്ട്. ഈ അലുമിന നമ്മുടെ എണ്ണ ഒഴിച്ചിൽ ലയിക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സോഡിയം അലുമിനേറ്റ് കിട്ടും. എന്ത് കിട്ടും? സോഡിയം അലുമിനേറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ ബോക്സൈറ്റ് എടുത്തു. നമ്മൾ ആ ബോക്സൈറ്റിലേക്ക് എന്ത് ചേർത്തു? നല്ല ചൂട് എണ്ണ ഒഴിച്ച് ചേർത്തു. അപ്പൊ ആ എണ്ണ ഒഴിച്ച് ചേർക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ ബോക്സൈറ്റ് അതിൽ ലയിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? സോഡിയം അലുമിനേറ്റ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഏത് രീതി പ്രകാരമാണ് നമ്മൾ സാന്ദ്രീകരിക്കുന്നതെന്ന്?
ഒന്ന് വേറൊന്നിൽ അലിയിച്ചിട്ടല്ലേ നമ്മൾ സാന്ദ്രീകരിക്കുന്നുള്ളത്. അപ്പൊ ഏത് രീതിയായിരിക്കും അത്? ലീച്ചിങ് വഴിയാണ് നമ്മൾ സാന്ദ്രീകരിക്കുക. ഓക്കെ, അപ്പൊ സാന്ദ്രീകരണ രീതി എന്താ? സാന്ദ്രീകരണ രീതി ലീച്ചിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബോക്സൈറ്റ് എടുത്തു, സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തു, നമുക്ക് സോഡിയം അലുമിനേറ്റ് കിട്ടി. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കും. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ ഇളക്കും. ഇപ്പോഴുള്ള ആള് നല്ല ചൂടാണേ അല്ലേ? നമ്മൾ ബോക്സിലേക്ക് നല്ല ചൂട് എണ്ണ ഒഴിച്ചല്ലേ ചേർത്തത്. നല്ല ചൂട് എണ്ണ ഒഴിച്ച് ചേർത്തു. എന്ത് കിട്ടി നമുക്ക്? സോഡിയം അലുമിനേറ്റ് കിട്ടി. അപ്പൊ നല്ല രീതിയിൽ ചൂടായിട്ടാണുള്ളത് ഈ സോഡിയം അലുമിനേറ്റ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കും. ഇത് നല്ല രീതിയിൽ ഇളക്കും. ഓക്കെ, നല്ല രീതിയിൽ ഇളക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുന്ന അറിയോ? കുറച്ച് വെള്ളം ചേർക്കും. എന്ത് ചേർക്കും? കുറച്ച് വെള്ളം ചേർക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? നമുക്ക് ഈ സോഡിയം അലുമിനേറ്റിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ലഭിച്ചു? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ലഭിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് ലഭിച്ച അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇല്ലേ? ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചൂടാക്കും. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ബോക്സൈറ്റ് എടുത്തു. ബോക്സൈറ്റിലേക്ക് നല്ല ചൂട് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തു. ഈ ചൂട് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമുക്ക് സോഡിയം അലുമിനേറ്റ് ലഭിച്ചു. ഇനി സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വെള്ളം ചേർത്തു. വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ലഭിക്കും. ഇനി ഇപ്പൊ കിട്ടിയ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇല്ലേ? വെള്ളം ചേർക്കുമ്പോൾ എന്തായത്? തണുത്തു അല്ലേ? വെള്ളം ചേർക്കുമ്പോൾ തണുത്തു. ഇപ്പൊ നമുക്ക് ലഭിച്ച അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വീണ്ടും ചൂടാക്കും. ഓക്കെ, അങ്ങനെ രണ്ടാമതും ചൂടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും അറിയോ? നല്ല പ്യുവർ ആയിട്ടുള്ള അലുമിന കിട്ടും. എന്താണ്? അലുമിന. അലുമിനിയം അല്ല, അലുമിന. Al2O3 ആണ് അലുമിന. ഇപ്പോഴും അതിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനെ കൂടെ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്യുവർ ആയിട്ടുള്ള അലുമിനിയം കിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. എന്താ നമ്മൾ ചെയ്തത്? നമ്മുടെ അലുമിനിയത്തിന്റെ നിർമ്മാണമാണ് എന്തെന്ന്? ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. ഹാൾ ഹെറാൾട്ട് പ്രക്രിയയിൽ 2 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അലുമിനിയത്തിനെ സാന്ദ്രീകരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ അലുമിനിയത്തിനെ ശുദ്ധീകരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്ത് ചെയ്തു? അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിനെ എടുത്തു. ഇനി ബോക്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ചൂട് എണ്ണ ഒഴിച്ചായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഈ ചൂട് എണ്ണ ഒഴിച്ചായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും? സോഡിയം അലുമിനേറ്റ് ലഭിക്കും. ഇനി സോഡിയം അലുമിനേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കും. അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചേർക്കും? വെള്ളം ചേർക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. സോഡിയം അലുമിനേറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ലഭിക്കും. അങ്ങനെ ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചൂടാക്കും. അങ്ങനെ രണ്ടാമതും ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല പ്യുവർ ആയിട്ടുള്ള അലുമിന കിട്ടും. Al2O3 കിട്ടും. ഓക്കെ, ഇനി അലുമിന കിട്ടുന്നത് വരെയാണ് നമ്മൾ സാന്ദ്രീകരണം ചെയ്യാം. അലുമിന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിച്ചിട്ട് അലുമിനിയാക്കി മാറ്റും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക? അലുമിനിയം ശുദ്ധീകരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ സ്റ്റേജ് 1 സംഭവിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ? നമുക്ക് സ്റ്റേജ് 1 കെമിക്കൽ റിയാക്ഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പ്രക്രിയ പറഞ്ഞില്ലേ? അപ്പൊ അതിൽ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ ബോക്സൈറ്റ് എടുക്കും അല്ലേ? ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ് എന്തെന്ന്? Al2O3.2H2O. അപ്പൊ നമ്മൾ ഈ ബോക്സൈറ്റ് എടുത്തു. ഈ ബോക്സൈറ്റിലേക്ക് നമ്മൾ എന്താ ചേർക്കുക? നല്ല ചൂട് എണ്ണ ഒഴിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കും. ബോക്സൈറ്റിലേക്ക് നല്ല ചൂട് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കും. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? സോഡിയം അലുമിനേറ്റ് ലഭിക്കും. എന്താ ലഭിക്കുക? സോഡിയം അലുമിനേറ്റ്. ഇനി സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചേർക്കും? സോഡിയം അലുമിനേറ്റിലേക്ക് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ. നമ്മളെ ബോക്സൈറ്റിലേക്ക് ചൂട് എണ്ണ ഒഴിച്ച് ചേർക്കുന്നു. നമുക്ക് എന്ത് ലഭിക്കുന്നു? സോഡിയം അലുമിനേറ്റും വാട്ടറും ലഭിക്കുന്നു.
ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ഈ സോഡിയം അലുമിനേറ്റിലേക്ക് വെള്ളം ചേർത്ത് തണുപ്പിക്കും. സോഡിയം അലുമിനേറ്റ് നല്ല ചൂടായിട്ടല്ലേ ഉള്ളത്. ആ ചൂടായ സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ വെള്ളം ചേർക്കും, പെട്ടെന്ന് വെള്ളം ചേർക്കും, സീഡിങ് എന്ന് പറയും. ഇങ്ങനെ പെട്ടെന്ന് വെള്ളം ചേർക്കുമ്പം എന്ത് ലഭിക്കും നമുക്ക്? അലുമിനിയം ഹൈഡ്രോക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ ആണോ? അപ്പൊ എന്താ സംഭവിച്ചത്? സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ലഭിച്ചു. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചൂടാക്കും, വീണ്ടും ഹീറ്റ് ചെയ്യും. അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് ലഭിക്കും? അലുമിന ലഭിക്കും. ഇവനാണ് അലുമിന. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പും എക്സാമിന് എഴുതുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ അതത് കെമിക്കൽ റിയാക്ഷൻ അതിന്റെ കൂടെ എഴുതുക. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേജ് 2ലേക്ക് പോവാം. സ്റ്റേജ് 2 നമ്മൾ ചെയ്യുന്നത് ഇതേ അലുമിനിയം ഇല്ലേ? ഇപ്പൊ നമുക്ക് അലുമിന ലഭിച്ചു അല്ലെ? ഈ അലുമിന പ്യുവർ അലുമിനിയം ആണോ? അല്ല, അതിന്റെ കൂടെ ഓക്സിജനും കൂടെ ഉണ്ട്. അപ്പൊ അതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്യുവർ ആയിട്ടുള്ള അലുമിനിയം കിട്ടുള്ളൂ. അങ്ങനെ പ്യുവർ ആയിട്ടുള്ള അലുമിനിയം കിട്ടാൻ വേണ്ടിയിട്ട് അലുമിനിയനെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പ്യുവർ ആയിട്ടുള്ള അലുമിനിയം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേജ് 2 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയത്തിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്, അലുമിനിയത്തിന്റെ ശുദ്ധീകരണമാണ് കേട്ടോ. അപ്പൊ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇലക്ട്രോലിസിസ് ആണ്, അഥവാ വൈദ്യുത വിശ്ലേഷണമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ശുദ്ധീകരിക്കാം? ഇലക്ട്രോലിസിസ് വഴി അഥവാ വൈദ്യുത വിശ്ലേഷണം വഴി. എന്താ ചെയ്യാന്നറിയോ? നമ്മളൊരു സ്റ്റീൽ പാത്രം എടുക്കും. എന്ത് പാത്രം? സ്റ്റീൽ പാത്രം. ഈ സ്റ്റീൽ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വെറും സ്റ്റീൽ പാത്രം അല്ല. ഈ സ്റ്റീൽ പാത്രത്തിന്റെ അകത്ത് ഇങ്ങനെ കാർബണിന്റെ ഒരു ലൈനിങ് ഉണ്ട്. ഇങ്ങനെ കാർബണിന്റെ ഒരു ലൈനിങ് ഉണ്ട്. ഇങ്ങനെ കാർബണിന്റെ ഒരു ലൈനിങ് ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? കുറെ ഗ്രാഫൈറ്റ് ദണ്ട് ഇങ്ങനെ ഇറക്കി വെക്കും ഇതിലേക്ക്. എന്ത് ദണ്ട? ഗ്രാഫൈറ്റ് ദണ്ട്. ഇപ്പൊ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഗ്രാഫൈറ്റ് എന്തിന്റെ ഫോമാണ്? കാർബണിന്റെ ഒരു ഫോമാണ് അല്ലെ? ഇവിടെ എന്ത് ലെയർ ഉള്ളത്? കാർബണിന്റെ ലെയർ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യണം അല്ലെ? ഇലക്ട്രോലൈറ്റ് വേണം, വേണ്ടേ? ലൈന് വേണ്ടേ വിശ്ലേഷണം നടക്കാൻ? ഇലക്ട്രോലൈറ്റിന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അലുമിനിയം ഉണ്ടല്ലോ, Al2O3. ഈ അലുമിനിയന നമ്മൾ ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യും. ഈ അലുമിനിയം പ്ലസ് ക്രയോലൈറ്റ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ വിശ്ലേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആരെ എടുക്കാം? അലുമിന പ്ലസ് ക്രയോലൈറ്റ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ ഇലക്ട്രോഡ്സ് ആരാണ്? കാർബൺ ആണ് ഇലക്ട്രോഡ്സ്. ആനോഡായിട്ട് നമ്മൾ ഈ ഗ്രാഫൈറ്റിനെ എടുക്കുക. ഗ്രാഫൈറ്റ് ആണ് ആര്? ആനോഡ്. കാഥോഡ് ആരാണ്? ഈ ലൈനിങ് അല്ലേ, കാർബണിന്റെ ലൈനിങ്. ഈ ലൈനിങ് ആണ് ആര്? കാഥോഡ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മൾ ഇതിലെന്ത് മിക്സ് ചെയ്തു? അലുമിനിയവും ക്രയോലൈറ്റും മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് കടത്തിവിടും. കറണ്ട്, അതാണല്ലോ വിശ്ലേഷണം. കറണ്ട് കടത്തിവിടുമ്പോഴാണ് വിശ്ലേഷണം നടക്കുന്നത്. അപ്പൊ കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ഈ അലുമിന സ്പ്ലിറ്റ് ആയിട്ട് അതിലുള്ള അലുമിനിയം പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കാഥോഡില്ലേ, ഈ കാഥോഡിൽ പോയിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഈ സൊല്യൂഷനിൽ അലുമിനിയം നമ്മളെ ശുദ്ധമായ അലുമിനിയം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പോയിരിക്കും. ഇങ്ങനെ കാഥോഡിന്റെ മീത്ത പോയിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമ്മുടെ വിശ്ലേഷണം കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? നല്ല ശുദ്ധമായിട്ടുള്ള അലുമിനിയം ആ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് എടുത്താൽ മതിയല്ലോ പിന്നെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അലുമിനിയം ശുദ്ധീകരിക്കാം. എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടാവും. ആ സ്റ്റീൽ പാത്രത്തിൽ ഒരു കാർബണിന്റെ ആവരണം ഉണ്ടാവും, ഒരു കാർബണിന്റെ ലൈനിങ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഗ്രാഫൈറ്റ് ദണ്ടുകൾ ഇറക്കി വെക്കും. നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയം പ്ലസ് ക്രയോലൈറ്റ് ആണ്, അലുമിന പ്ലസ് ക്രയോലൈറ്റ് ആണ്. ഇനി നമ്മുടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ഗ്രാഫൈറ്റ് ദണ്ടുകളാണ് ഈ ദണ്ടുകൾ. കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്?
ഈ സ്റ്റീൽ പാത്രത്തിന്റെ അകത്തുള്ള ഈ കാർബൺ ലൈനിങ് ആണ് ആര്? കാഥോഡ്. ഇനി നമ്മൾ ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടും. വൈദ്യുതി കടത്തിവിടുമ്പം ഈ സൊല്യൂഷനിലുള്ള നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിലുള്ള അലുമിനിയം സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ കാഥോഡിൽ ഇങ്ങനെ വന്ന് പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഇലക്ട്രോലിസിസ് കഴിയുമ്പോഴത്തേന് നല്ല ശുദ്ധമായിട്ടുള്ള അലുമിനിയം കിട്ടും. ഇനി ഇത് ചോദിക്കാൻ പറ്റുന്ന വേറൊരു ചോദ്യമാണ്. നമ്മൾ ഈ അലുമിനിയം എടുത്തില്ലേ, നമുക്ക് നേരിട്ട് ഈ അലുമിനിയം തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ പോരെ? എന്തിനാ അതിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അതിന് രണ്ട് കാരണമുണ്ട് മക്കളെ. സാധാരണഗതിയിൽ നമ്മളിപ്പം അടുക്കളയിലൊക്കെ അലുമിനിയം പാത്രമല്ലേ ഉപയോഗിക്കാം. അപ്പം നമ്മൾ അടുപ്പിന്റെ മുകളിലൊക്കെ വെക്കും, അത് ഉരുകി പോവോ പാത്രം? ഇല്ല. സാധാരണഗതിയിൽ അലുമിനിയത്തിന്റെ ഉരുകാൻ വേണ്ടി ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നല്ല ഉയർന്ന താപനിലയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അലുമിനിയം ഉരുകുകയുള്ളൂ. അതേപോലെ തന്നെ അലുമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി അലുമിനിയത്തിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. അപ്പൊ ഇത് രണ്ടും പരിഹരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അലുമിനിയയുടെ ദ്രവണാങ്കം കുറയും. അപ്പൊ അത് കുറച്ച് പെട്ടെന്ന് ഉരുകും, കുറച്ച് പെട്ടെന്ന് ദ്രാവകമാവും. ദ്രവണാങ്കം കുറയും. അതേസമയം നമ്മുടെ അലുമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി കുറച്ച് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? അലുമിനിയയുടെ കൂടെ ക്രയോലൈറ്റും കൂടെ ചേർക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ലോഹനാശനം അഥവാ കൊറോഷൻ. അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മെറ്റൽസ് ഉണ്ടല്ലോ, ഈ മെറ്റൽസ് നമ്മളെ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടല്ലോ, നമ്മളെ ക്രിയാശീല ശ്രേണി, അതിൽ ഒരുപാട് ലോഹങ്ങളില്ലേ? അതിൽ മുകളിൽ വരുന്ന ലോഹങ്ങൾ എന്താണ്? നല്ല രീതിയിൽ റിയാക്ഷൻ നടത്തുന്ന ലോഹങ്ങളാണ്, രാസപ്രവർത്തനത്തിൽ പെട്ടെന്ന് ഏർപ്പെടുന്ന ലോഹങ്ങളാണ്. അതേപോലെ ക്രിയാശീല ശ്രേണിയിൽ താഴെ വരുന്ന ലോഹങ്ങളില്ലേ, അവരത്ര പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടൂല. അപ്പൊ ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ വരുന്ന ലോഹങ്ങൾ ഇവരിങ്ങനെ നമ്മൾ തുറന്ന് അന്തരീക്ഷമായിട്ട് കോണ്ടാക്റ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ലോഹം അന്തരീക്ഷത്തിലെ വായുവായിട്ട് എന്ത് ചെയ്യും? സമ്പർക്കത്തിൽ ഏർപ്പെടും അല്ലേ? അങ്ങനെ വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരുമായിട്ട് രാസപ്രവർത്തനം നടന്നിട്ട് നമ്മുടെ ഈ ലോഹം നശിച്ചു പോകും. ഓക്കെ, അങ്ങനെ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ വരുന്ന ക്രിയാശീലം കൂടിയ റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് നാശനം സംഭവിക്കുന്നതാണ് എന്തെന്ന്? ലോഹ നാശനം അഥവാ കൊറോഷൻ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ മെറ്റല് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അത് നശിച്ചു പോകുന്നു. അതാണ് എന്തെന്ന്? കൊറോഷൻ. ഓക്കെ, ഇനി എല്ലാ ലോഹങ്ങളും ഏകദേശം എല്ലാ ലോഹങ്ങളും കൊറോഡ് ചെയ്യപ്പെടും. നമ്മുടെ അലുമിനിയം ആയാലും ഇരുമ്പായാലും എല്ലാം കൊറോഡ് ചെയ്യപ്പെടും. ഇനി അലുമിനിയത്തിനൊരു പ്രത്യേകതയുണ്ട്. അലുമിനിയം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കും? അലുമിനിയം നശിച്ചു പോകുന്ന തന്നെയാണത്. അലുമിനിയം ഓക്സൈഡ് ഉണ്ടാക്കും. എന്തുണ്ടാക്കും? അലുമിനിയം ഓക്സൈഡ്. ഇപ്പൊ ഇതൊരു അലുമിനിയം പാത്രമാണെന്ന് വിചാരിക്കാം. ഇതിങ്ങനെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ. അപ്പൊ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ എന്ത് എയർ ഉണ്ട് അല്ലേ? നമ്മളെ വായു ഉണ്ട്. വായുവിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജനും ചെറിയ ചെറിയ മോയ്സ്ചർ വെള്ളത്തുള്ളികൾ ഉണ്ടാവും ഇവിടെ. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ഈ അലുമിനിയം പ്രവർത്തിച്ചിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു ആവരണം ഉണ്ടാക്കും. എന്തുണ്ടാക്കും? അലുമിനിയം ഓക്സൈഡിന്റെ ഒരു ആവരണം ഉണ്ടാക്കും. ഇങ്ങനെ അലുമിനിയം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് അലുമിനിയം ഓക്സൈഡിന്റെ ഒരു ആവരണം ഉണ്ടാക്കും പുറത്ത്. ഈ ആവരണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ അലുമിനിയത്തിന്റെ ആവരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ ആവരണം അതിന്റെ അകത്തേക്ക് ഉള്ള ലേയേഴ്സ് ഉണ്ടല്ലോ, ഏറ്റവും പുറത്തെ ലെയർ നശിച്ചുപോയി അലുമിനിയത്തിന്റെ. ഇങ്ങനെ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വന്നു, അത് നശിച്ചുപോയി, അലുമിനിയം ഓക്സൈഡായി മാറി. പക്ഷെ ഈ അലുമിനിയം ഓക്സൈഡ് എന്ത് ചെയ്യും? നല്ലൊരു കവചം പോലെ, നല്ലൊരു ഷീൽഡ് പോലെ എന്ത് ചെയ്യും? അലുമിനിയത്തിന്റെ ബാക്കിയുള്ള ലേയേഴ്സ് ഇല്ലേ, ആ ലേയേഴ്സിനെ സംരക്ഷിക്കും. അപ്പൊ ഉള്ളിലോട്ട് എന്ത് ചെയ്യില്ല? അലുമിനിയം നശിച്ചു പോയില്ല. പുറമേയുള്ള ആ ഒരു ലെയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നശിച്ചു പോവുള്ളൂ. ഓക്കെ, അപ്പം അലുമിനിയത്തിന്റെ ഓക്സൈഡ് അല്ലെങ്കിൽ അലുമിനിയത്തിന് ലോഹനാശനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് ശരിക്കും ആ അലുമിനിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി അതേപോലെ ഇരുമ്പിന്റെ കാര്യം പറഞ്ഞാൽ
നമ്മൾ ഇരുമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുമ്പിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇരുമ്പ് എന്ത് ചെയ്യും? ഇപ്പൊ ഞാനൊരു ഇരുമ്പ് പാത്രം വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇരുമ്പ് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനം നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു അയേൺ ഓക്സൈഡിന്റെ ലെയർ ഉണ്ടാക്കും. ഒരു അയേൺ ഓക്സൈഡിന്റെ ലെയർ ഉണ്ടാക്കും. നേരത്തെ നമ്മൾ അലുമിനിയം ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു അയേൺ ഓക്സൈഡിന്റെ ലെയർ ഉണ്ടാക്കും. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? നേരത്തെ നമ്മുടെ അലുമിനിയം ഓക്സൈഡിന്റെ ലെയർ ഇല്ലേ, അത് നല്ല പരിച പോലെ ഫുൾ കവറായിരുന്നു, എവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. അപ്പൊ ഈ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും വായുവിനകത്തേക്ക് കയറിപ്പോയിട്ട് വീണ്ടും ഉള്ളിലുള്ള ലെയറിനെ നശിപ്പിക്കാൻ പറ്റൂല. അകത്തേക്കുള്ള ലെയറിനെ വീണ്ടും വീണ്ടും നശിപ്പിക്കാൻ ആർക്ക് പറ്റൂല? വായുവിന് പറ്റൂല. കാരണം എന്ത് ചെയ്തു? ആ പുറമേ വന്നിട്ടുണ്ടായ അലുമിനിയം ഓക്സൈഡിന്റെ ലെയർ അതിനെ സംരക്ഷിച്ചു. പക്ഷേ ഇരുമ്പിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന അയേൺ ഓക്സൈഡ് ലെയർ ഇല്ലേ, അയേൺ ഓക്സൈഡ് ലെയർ, ഈ അയേൺ ഓക്സൈഡ് ലെയറിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവൻ ഫുള്ള് കവേർഡ് അല്ല, ഇവൻ ഇങ്ങനെ ഇടയിലിടയിൽ ഓട്ടം ഉണ്ടാവും, സുഷിരങ്ങൾ ഉണ്ടാവും. ഇവനിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ സുഷിരങ്ങൾ കാരണം എന്ത് ചെയ്യും? ആ സുഷിരത്തിലൂടെ വീണ്ടും വായു അകത്തേക്ക് കയറിപ്പോവും. ആ ഇരുമ്പിന്റെ ഉള്ളിൽ അകത്തേക്കുള്ള ലെയറൊക്കെ നശിച്ചു പോകും. അപ്പൊ ഇരുമ്പിന്റെ തുരുമ്പ് ഡേഞ്ചറസ് ആണ്. പക്ഷെ അതേസമയം അലുമിനിയത്തിന്റെ ഓക്സൈഡ് ലെയർ ഡേഞ്ചറസ് അല്ല. കാരണം ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉള്ളിലേക്കുള്ള ആളെ സംരക്ഷിക്കും. പക്ഷെ ഇരുമ്പ് ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞാലും അതിൽ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട് വായു വീണ്ടും അകത്തേക്ക് പോവും, വീണ്ടും ലോഹനാശനം സംഭവിക്കും, ആ ലോഹം മൊത്തത്തിൽ നശിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഇരുമ്പിന്റെ അലുമിനിയത്തിന്റെ ലോഹനാശനത്തിലുള്ള മെയിൻ വ്യത്യാസം. ലോഹനാശനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോഹം അന്തരീക്ഷത്തിലെ വായുവിലുള്ള ഓക്സിജനും ജലകണികകളുമായിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ട് എന്ത് സംഭവിക്കും? നശിച്ചു പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോഹനാശനം എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ലോഹനാശനം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ചില ഘടകങ്ങൾ വേണ്ടേ? വെറുതെ ഇങ്ങനെ ഒരു സാധനം നശിച്ചു പോവോ? ഇല്ല. അപ്പൊ ഈ ലോഹനാശനം സംഭവിക്കണമെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവും. ആ ഘടകങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ പെട്ടെന്ന് നശിച്ചു പോവാ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? ലോഹത്തിന്റെ സ്വഭാവം ഒരു ഘടകല്ലേ. ഇപ്പം നമ്മുടെ അലുമിനിയം നശിച്ചു പോകുന്ന പോലെയാണോ ഇരുമ്പ് നശിച്ചു പോവുക? അല്ല, ഓരോന്നിനും ഓരോ വ്യത്യസ്ത സ്വഭാവം ഉണ്ട് അല്ലേ. അപ്പം അതാണ് ആദ്യത്തെ ഘടകം, ലോഹത്തിന്റെ സ്വഭാവം. ലോഹത്തിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് മെറ്റൽ. ഇനി രണ്ടാമത്തെ ഘടകമാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ആരുണ്ടാവും? അന്തരീക്ഷത്തിൽ കുറെ ജലകണികൾ ഉണ്ടാവും അല്ലെ. ഈ ജലകണികകളിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഉപ്പ്. ഓക്കെ, ഉപ്പ് ലയിച്ച് ചേർന്ന ജലകണികകൾ. സോൾട്ട് ഡിസോൾവ് ആയിട്ടുള്ള മോയ്സ്ചർ. അല്ലേ, നമ്മുടെ ഈ ജലകണികകളിലുള്ള സോൾട്ട്, ഉപ്പുകളും എന്താണ്? നമ്മുടെ ലോഹനാശനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആൻഡ് അവസാനായിട്ട് നമ്മുടെ ഈ ലോഹങ്ങൾ മറ്റുള്ള ഏതൊക്കെ ലോഹങ്ങളായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഇരുമ്പും ചെമ്പും കോണ്ടാക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. രണ്ടും തമ്മിൽ ജോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാ പെട്ടെന്ന് ദ്രവിച്ചു പോവുക? നമ്മുടെ ഇരുമ്പ് മുഴുവനായിട്ട് നശിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ചെമ്പ് നശിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഇതും കൂടെ ഒരു ഘടകമാണ്. എന്താണ്? മറ്റു ലോഹങ്ങളുമായുള്ള സമ്പർക്കം. മറ്റ് ലോഹങ്ങളും ആയുള്ള സമ്പർക്കം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് 3 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ 3 ക്ലാസ്സുകളുടെയും വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോയും കണ്ട് നല്ല രീതിയിൽ റിപ്പീറ്റ് അടിച്ച് കണ്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാംസ് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ പോയി അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞങ്ങൾ വളരെ ആക്റ്റീവാണ് കമൻറ്റ് സെക്ഷനിൽ. ഞങ്ങൾ നിങ്ങളെ ചോദ്യത്തിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കാം. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.